അയ്യപ്പ ഭക്തരെയും സനാതനധർമ്മ വിശ്വാസികളെയും ഉൾപ്പെടുത്തി ശബരിമല സംരക്ഷണ സംഗമത്തിനൊരുങ്ങി ഹൈന്ദവ സംഘടനകൾ. ശബരിമല സംരക്ഷണ സംഗമം എന്ന പേരിൽ സെപ്റ്റംബർ 22-ന് പന്തളത്ത് പരിപാടി നടക്കും. ശബരിമലയുടെ വികസനം, സംരക്ഷണം എന്നിവയാണ് ലക്ഷ്യം. ആചാര ലംഘനത്തിന് കൂട്ടുനിന്നതിലൂടെ നഷ്ടപ്പെട്ട ഹിന്ദു വോട്ട് തിരിച്ചു പിടിക്കാനാണ് ആഗോള അയ്യപ്പ ഭക്ത സംഗമം നടത്താനുള്ള സർക്കാർ നീക്കം. ഇതിനെതിരെ യഥാർത്ഥ അയ്യപ്പ ഭക്തർ സംഘടിക്കുമെന്നും ശബരിമല കർമ്മസമിതിയും വിവിധ ഹൈന്ദവ സംഘടനാ നേതാക്കളും മുന്നറിയിപ്പ് നൽകി. 22-ാം തീയതി പന്തളം കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു സമഗ്രമായ രീതിയിൽ അയ്യപ്പ ഭക്തന്മാരും അയ്യപ്പ വിശ്വാസികളും സനാതന വിശ്വാസികളും അതുപോലെ തന്നെ വിവിധ സംഘടനകളും ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട നമുക്ക് ധാരാളം വിഭാഗങ്ങളുണ്ട്. അവരെല്ലാം ഇന്ന് ദേവസ്വം ബോർഡ് മാറ്റി നിർത്തിയിരിക്കുകയാണ് ശബരിമലയിൽ നിന്നും. അത്തരം വിഭാഗങ്ങളിൽപ്പെട്ട എല്ലാവരെയും ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് ഒരു സമഗ്രമായ ഒരു സംഗമം നടത്താനായിട്ട് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. ശബരിമല സംരക്ഷണ സംഗമം എന്നാണ് നമ്മൾ ആ ഒരു സംഗമത്തിന് പേരിട്ടിരിക്കുന്നത്. ഈ ഒരു കാരണവശാലും ഭക്തി ലവലേശമില്ലാത്ത സനാതനധർമ്മത്തെ ഇകഴ്ത്തുന്ന തരത്തിൽ പറയുന്ന ഈ ആളുകൾ നടത്തുന്ന ഈ സംഗമത്തിൽ വരും യഥാർത്ഥ അയ്യപ്പ ഭക്തന്മാരെ ഒന്നിച്ചുകൂട്ടി എന്തുകൊണ്ട് നമ്മളൊരു സംഗമം നടത്തിക്കൂടാ എന്ന് ചിന്തിച്ചൊരു അടിസ്ഥാനത്തിൽ നമ്മൾ ഇതിന് പടിപടിയായിട്ട് പല സംഭവങ്ങളും ഉണ്ടാവും. തീർച്ചയായിട്ടും അതായത് ഇതിവിടെ നിൽക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഒരു സംഗമം കൊണ്ട് അവസാനിക്കാൻ പോകുന്ന വിഷയമല്ല. 1 ലക്ഷം 2 ലക്ഷം 10 ലക്ഷം ഇങ്ങനെ കോടി എല്ലാം പറഞ്ഞ് കാർഡെടുത്ത് മെമ്പർഷിപ്പ് കൊടുത്ത് 10 വർഷത്തേക്ക് അവിടെ വരാനും കൂടെ 5 പേരെ കൊണ്ടുവരാനും അവിടെ താമസിക്കാനും അവിടെ പ്രത്യേക സൗകര്യം ഏർപ്പെടുത്താനും അവർക്ക് വേണ്ട വഴിപാട് നടത്താനുള്ള സൗകര്യം, പ്രസാദം കൊടുക്കാനുള്ള വരുമ്പം ഇതെല്ലാം നമ്മൾ വായിച്ചാണ്. ഇത് എന്തടിസ്ഥാനത്തിലാണ്, എവിടേക്കാണ് നമ്മൾ പോകുന്നത്? എവിടേക്കാണ് ഈ സർക്കാർ ശബരിമലയെ കൊണ്ടെത്തിക്കാൻ ശ്രമിക്കുന്നത്? ഈ 41 ദിവസം വ്രതധാരികളായിട്ട് ഇരുമുടിക്കെട്ടുമായിട്ട് പോകുന്ന അയ്യപ്പന്മാരെ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു വളരെ ദൂരെ ശരംകുത്തിയിൽ നിന്ന് അയ്യപ്പനെ തൊഴേണ്ട സ്ഥിതിയിലേക്കാണ് വരുന്നത്. കാരണം ഈ കോടീശ്വരന്മാരുടെ നിരയാണ് അവിടെ മുന്നിൽ വരാൻ പോകുന്നത്. ഇതൊരു കാരണവശാലും അനുവദിക്കത്തില്ല. കൂടുതൽ വിവരങ്ങളുമായി രേഷ്മ ബാബു ചേർന്നുണ്ട്. രേഷ്മ, എന്തായാലും സർക്കാർ നീക്കത്തിന് കനത്ത തിരിച്ചടി തന്നെയാണ് ഈ ഒരു നീക്കത്തിലൂടെ ഉണ്ടാകുന്നത്. ഹൈന്ദവ സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നത് പോലെ ആചാരാനുഷ്ഠാനങ്ങളെ നിന്ദിക്കുന്ന അല്ലെങ്കിൽ അതിനെ കച്ചവടച്ചരക്കാക്കാൻ ശ്രമിക്കുന്ന സർക്കാരിന് ഇത് കനത്ത മറുപടി തന്നെയല്ലേ? അതെ വിഷ്ണു, അതായത് ആചാര ലംഘനത്തിന് കൂട്ടുന്നവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് സർക്കാർ നടത്തുവാൻ പോകുന്ന ആഗോള അയ്യപ്പ സംഗമത്തിന് തിരിച്ചടി നൽകിക്കൊണ്ടുള്ളത് തന്നെയാണ് സെപ്റ്റംബർ 22-ന് നടക്കാൻ പോകുന്ന യഥാർത്ഥ അയ്യപ്പ ഭക്തരുടെ സംഗമം. ശബരിമല സംരക്ഷണ സംഗമം എന്നുള്ള പേരിലാണ് വിവിധ ഹൈന്ദവ സംഘടനകൾ സെപ്റ്റംബർ 22-ന് പന്തളത്ത് എല്ലാ അയ്യപ്പ ഭക്തരെയും ഒത്തുചേർക്കുക. ഹൈന്ദവ വിശ്വാസികൾ, അതായത് സനാതന ധർമ്മ വിശ്വാസികളെയും അയ്യപ്പ ഭക്തരെയും ഒരു കുടക്കീഴിൽ, അതായത് ഒരേ പന്തളത്ത് കേന്ദ്രീകരിച്ചുകൊണ്ട് ശബരിമലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പുതിയ പരിപാടികൾ, അതിന്റെ ആസൂത്രണം നടത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ മുന്നോട്ട് വെച്ച് തന്നെയാണ് ഈ ഒരു സംഗമം സംഘടിപ്പിക്കാനായിട്ട് ഒരുങ്ങുന്നത്. ശബരിമലയെ സംരക്ഷിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മുൻനിർത്തി കൂടി കൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതെന്നും ഹൈന്ദവ സംഘടനാ നേതാക്കൾ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. സർക്കാരിന്റെ ഇരട്ടത്താപ്പ് തുറന്നു കാട്ടുക, അതായത് 2018-19 കാലഘട്ടത്തിൽ ശബരിമലയിൽ യുവതികളെ കയറ്റണമെന്നും അതിനു വേണ്ടിയിട്ട് ആചാര ലംഘനത്തിന് കൂട്ടുനിന്ന സർക്കാർ പിന്നീട് ഇത്തരത്തിലൊരു സംഗമം നടത്തുന്നതിലൂടെ തിരിച്ചു പിടിക്കാനായിട്ട് ഹിന്ദു വോട്ടുകൾ, അന്ന് നഷ്ടപ്പെട്ട ഹിന്ദു വോട്ടുകൾ തിരിച്ചു പിടിക്കുക എന്നുള്ള ഒരു ശ്രമം അല്ലെങ്കിൽ അതിന്റെ ഗൂഢ ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരമുള്ള ഒരു ഇരട്ടത്താപ്പ് തുറന്നു കാട്ടിക്കൊണ്ടാകും ശബരിമല സംരക്ഷണ സംഗമം എന്നുള്ള പേരിൽ പരിപാടി സംഘടിപ്പിക്കുന്നത്. എന്തായാലും സെപ്റ്റംബർ 22-ന് നടക്കാൻ പോകുന്ന ഈ സംഗമത്തിൽ വിവിധ ഹൈന്ദവ സംഘടനകൾ, ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന മലയാളികൾ, അയ്യപ്പ വിശ്വാസികളായിട്ടുള്ള മലയാളികൾ, ഇവരൊക്കെ തന്നെ പങ്കാളികളാകും. NSSനോടും അതോടൊപ്പം തന്നെ SNDPയോടും ഇത് സംബന്ധിച്ച് വിഷയം സംസാരിക്കുമെന്നും വിവിധ ഹൈന്ദവ സംഘടനാ നേതാക്കൾ ഇന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ നിലവിൽ സ്വീകരിച്ചിട്ടുള്ള ഈ അയ്യപ്പ സംഗമത്തോട് ചേർന്നുള്ള നിലപാട് അത് ഈ ഹൈന്ദവ വിശ്വാസികളെ ആകപ്പാടെ, അതായത് ആചാര ലംഘനത്തിന് കൂട്ടുന്ന സർക്കാർ പിന്നീട് ഈ പറയുന്ന വിശ്വാസികളെ ചേർത്ത് പിടിക്കുന്നു എന്നുള്ള ഒരു
ഒരു വെറും ലാഘവത്തോടു കൂടിയുള്ള കപടത അതാണിപ്പോൾ ഈ സംഗമത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത്. എന്തായാലും അത്തരം ഈ സെപ്റ്റംബർ 16, 20 വരെയുള്ള ആഗോള അയ്യപ്പ സംഗമം അത് ലക്ഷ്യം വെക്കുന്നത് ശബരിമലയിൽ നിന്നും ശബരിമലയുടെ പേരിൽ അയ്യപ്പന്റെ പേരിൽ പണം സമ്പാദിക്കുക എന്നുള്ളതാണെങ്കിൽ ശബരിമല സംരക്ഷണ സംഗമം എന്നുള്ളത് ശബരിമലയുടെ സമഗ്ര വികസനത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അതിന്റെ പേരടക്കമുള്ള കാര്യങ്ങൾ, അതിന്റെ എല്ലാ വിശദാംശങ്ങളും തന്നെയാണ് ഹൈന്ദവ സംഘടനാ നേതാക്കൾ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും MV ഗോവിന്ദനടക്കം പറഞ്ഞിട്ടുള്ളത് യുവതി പ്രവേശന വിഷയം അത് അടഞ്ഞ അധ്യായമല്ലെന്നാണ്. ആ വിഷയങ്ങൾ കൃത്യമായിട്ട് NSSനെയും SNDPയെയും ബോധ്യപ്പെടുത്തിക്കൊണ്ട് തങ്ങളുടെ നിലപാട് അവരെ വ്യക്തമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമെന്നും ഇവർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും പന്തളം കേന്ദ്രീകരിച്ച് സെപ്റ്റംബർ 22-നാണ് ഹൈന്ദവ വിശ്വാസികളെ കൂട്ടിച്ചേർത്തുകൊണ്ട് യഥാർത്ഥ അയ്യപ്പ ഭക്തരെ കൂട്ടിച്ചേർത്തുകൊണ്ട് ശബരിമല സംരക്ഷണ സംഗമം സംഘടിപ്പിക്കാനായിട്ട് ഒരുങ്ങുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തികൾ മുന്നോട്ട് പോകുന്നുവെന്നും വിവിധ ഹൈന്ദവ സംഘടനാ നേതാക്കളും ശബരിമല കർമ്മസമിതിയുടെ ഭാരവാഹികളും വ്യക്തമാക്കിയിട്ടുണ്ട്. അത് തന്നെയാണ്, ശക്തമായ തിരിച്ചടി തന്നെയാണ് സർക്കാരിന് ഉണ്ടാകാൻ പോകുന്നത്. യഥാർത്ഥ അയ്യപ്പ ഭക്തർ ആരൊക്കെയാണ് എന്നുള്ളത് സർക്കാരിന് കാണിച്ചു കൊടുക്കാമെന്നുള്ള നിലപാടിൽ തന്നെയാണ് ഹൈന്ദവ സംഘടനകൾ ഉള്ളത്.